നൂറ്റാണ്ടിനു ശേഷം ചങ്കൂറ്റമുള്ള ഒരു ആഭ്യന്തരമന്ത്രിയെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. പിണറായി കാലത്ത് സർവ്വ മാഫിയകളും അഴിഞ്ഞാടിയിരുന്ന പെരുമ്പാവൂരിൽ ശുദ്ധീകരണം നടത്താൻ നേരിട്ടിറങ്ങുകയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലഹരിയും സെക്സ് റാക്കറ്റുകളും തീവ്രവാദികളും അഴിഞ്ഞാടിയിരുന്ന പെരുമ്പാവൂരിലെ അധോലോകത്തെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യാനുള്ള സർവ്വസന്നാഹങ്ങളും സജ്ജമായി കഴിഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ജൂൺ 15 നടക്കുന്ന ബോധവൽക്കരണത്തിനാണ് രമേശ് ചെന്നിത്തല പെരുമ്പാവൂരിലെത്തുന്നത്. കേരളത്തെ കുട്ടിച്ചോറാക്കുന്ന സകല മാഫിയകളോടും നേരിട്ട് ഏറ്റുമുട്ടാൻ ചങ്കൂറ്റവും കഴിവുമുള്ള ഒരു ആഭ്യന്തരമന്ത്രി ഇവിടെയുണ്ട് എന്നതിന്റെ വ്യക്തമായ പ്രഖ്യാപനവും കൂടിയാണിത്. അതേസമയം ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് 72 മണിക്കൂറുകൾ കൊണ്ട് 60 ലക്ഷം രൂപയുടെ മയക്കുമരുന്നുകളാണ് പിടിച്ചെടുത്തത്. രാജ്യത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയ നീക്കമാണ് ഇതിലൂടെ കേരള പോലീസ് നടത്തിയിരിക്കുന്നത്. അന്താരാഷ്ട്ര മയക്കുമരുന്ന് ശൃംഖലയുടെ കണ്ണികളായ വിദേശികൾ സാമുവൽ ക്ലിഫ്സൺ ഒക്ഫോറിനെ ഡൽഹിയിൽ നിന്നും എൽസീന സന്താൻ സൂസനെ ബാംഗ്ലൂരിൽ നിന്നും കേരള പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ലഹരിയെ വേരോടെ പിഴുതെറിയുക എന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്ത പോലീസ് സേനയ്ക്കും അതിന് നേതൃത്വം കൊടുത്ത കട്ടയ്ക്ക് നിൽക്കുന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും നിറഞ്ഞ കയ്യടികളാണ് ഇതിനോടകം കേരളം നൽകിയത്. ഇങ്ങനൊരു ആഭ്യന്തരമന്ത്രിയാണ് കേരളം കാത്തിരുന്നത്. ഇങ്ങനൊരു ആഭ്യന്തരമന്ത്രിയാണ് കേരളത്തിന് ആവശ്യവും.